Hello guys, welcome back to my YouTube channel. I Dia. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൂപ്പ് സ്കേർട്ടിനെ കുറിച്ചാണ്. എന്താണ് ഈ ഹൂപ്പ് സ്കേർട്ട് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമ്മൾ നല്ല വലിയ വലിയ ഫങ്ഷൻസ്, വെഡ്ഡിങ് അല്ലെങ്കിൽ വേറെ വലിയൊരു പാർട്ടി അതൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും അധികം യൂസ് ചെയ്യുന്നതാണ് ഹെവി ആയിട്ടുള്ള ഡ്രസ്സ്. അത് ചിലപ്പോൾ ഗൗൺ ആവാം, സ്കേർട്ട് ആവാം, എന്തോ ആവാം. അപ്പോൾ അത് നല്ല ഡോള് പോലെ പൊങ്ങി നിൽക്കുന്നതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വിലയും നമ്മൾ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഉള്ളിൽ വലിയ റിങ്ങൊക്കെ വെച്ച് നമ്മൾ ഇട്ട് കഴിയുമ്പം നല്ല ഡോള് മാതിരിയൊക്കെ ഇരിക്കും. അപ്പം എല്ലാവരുടെയും കണ്ണ് നമ്മളിലായിരിക്കും. നമുക്കൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് നമ്മൾ വാങ്ങാറുണ്ട്. അതുപോലെ കുറച്ച് ഫാഷൻ ഷോയ്ക്ക് എന്തെങ്കിലും പേജൻ്റ് ഉണ്ടെങ്കിൽ അതിന് ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ ഒരുപാട് വില കൊടുത്താണ് നമ്മൾ വാങ്ങാറ്. പക്ഷേ വില കൊടുക്കാതെ ഇത് വില കൊടുത്ത് വാങ്ങിയാലും നമുക്കിത് കെയർ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് വാർഡ്രോബിലൊക്കെ വയ്ക്കണമെങ്കിൽ അത് മാത്രം വയ്ക്കാനായിട്ട് ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. എന്ന് വെച്ചാൽ അത്രയും ഹെവി ഡ്രസ്സായിരിക്കും. എന്നാൽ അത്രയും ഹെവി ഡ്രസ്സ് വാങ്ങാതെ നമ്മുടെ ചിലവ് ചുരുക്കി നമുക്ക് നിസ്സാരമായ പൈസയ്ക്ക് ഒരു ഹൂപ്പ് സ്കേർട്ട് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻസ് കഴിഞ്ഞാലും ഇത് മടക്കി വയ്ക്കുകയും ചെയ്യാം. വേറെ പല രീതിയിലും നമുക്ക് ഈ ഗൗൺ ആണെങ്കിലും സ്കേർട്ട് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡ്രസ്സിന് മാറ്റം വരുത്താം. അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുത്തൊക്കെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ ആ ഡ്രസ്സ് അതേപോലെ കാലങ്ങളോളം ഇരിക്കും. എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യും, പിന്നെയും യൂസ് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു ഹൂപ്പ് സ്കേർട്ട് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഗൗൺ മടക്കി വയ്ക്കുന്നതിനെക്കാട്ടിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഹൂപ്പ് സ്കേർട്ട് എടുത്ത് മടക്കി വയ്ക്കാം. പലതരത്തിലുള്ള സ്കേർട്ടിൻ്റെ അടിയിലിടാം, ഗൗണിൻ്റെ അടിയിലിടാം. നല്ല ഫ്ലെയർ ആയിട്ട് നല്ല നമ്മൾ ഡോള് പോലെ അതിരിക്കുകയും ചെയ്യും. അപ്പം നിസ്സാര വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഹൂപ്പ് സ്കേർട്ട്. ഇത് നമുക്കിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനും പറ്റും. കണ്ടോ? എന്നിട്ട് നമുക്ക് ഗൗൺ ആണോ സ്കേർട്ടാണോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തോടെ ഇട്ടാൽ നല്ല ഡോള് മാതിരി ഇരിക്കും. കണ്ടോ? ഇപ്പം നല്ല ഹൂപ്പ് സ്കേർട്ടിൻ്റെ മേലെ ഞാനിപ്പോൾ സ്കേർട്ട് ഇട്ടു. നല്ല ഡോള് മാതിരി നിൽക്കും. സ്കേർട്ടാണെങ്കിലും ഗൗൺ ആണെങ്കിലും നല്ല സ്റ്റൈലിൽ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് മടക്കി വെച്ചാൽ വാർഡ്രോബിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്കത് ഫോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. വളരെ ചെറിയ പൈസയ്ക്കാണ് ഞാനത് വാങ്ങിയത്. ഇതൊരു 200 250 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചതൊരു 450 ആണ്. അപ്പം നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടമില്ല. അപ്പം ഇതാണ് ഹൂപ്പ് സ്കേർട്ട്. ഈ ഡ്രസ്സിന് ഞാൻ ഇതിട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഡ്രസ്സിനൊരു 10-12 വർഷം പഴക്കം ഉണ്ടാവും ഈ ഡ്രസ്സ്. ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പം എനിക്ക് നല്ല ഫിറ്റ്, അന്നത്തെ അതേ ഒരു വണ്ണത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ണൂർ മഹോത്സവം, കണ്ണൂരിൽ തുടർച്ചയായിട്ട് ഒരു 3-4 വർഷം, വർഷത്തിലൊരു 10 ദിവസമാണ് കണ്ണൂർ മഹോത്സവം ഉണ്ടാവാറ്. അപ്പോൾ കണ്ണൂർ മഹോത്സവം ഒരു 3-4 വർഷം സ്ഥിരമായിട്ട് ഞാനാണ് ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 4ാമത്തെ വർഷം എനിക്ക് നമ്മുടെ കളക്ടറാണെന്ന് തോന്നുന്നു, ഫോട്ടോ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം, എനിക്ക് ഏറ്റവും നല്ല ആങ്കറിനുള്ള അവാർഡ് തന്നപ്പം ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അതിനുശേഷം ഞാൻ പിന്നീട് ഇപ്പോഴാണ് തോന്നുന്നു ഈ ഡ്രസ്സ് യൂസ് ചെയ്തത്. ഒന്നും ആയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. അന്ന് പക്ഷേ എൻ്റെ കയ്യിൽ ഹൂപ്പ് സ്കേർട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാ നമ്മൾ ഇടുന്ന പോലെ ഹൂപ്പ് സ്കേർട്ട് ഇല്ലാതെ ആണിതിട്ടത്. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഹൂപ്പ് സ്കേർട്ട് ഊരിയതിന് ശേഷം നമ്മുടെ സ്കേർട്ട് കിടക്കുന്നത് കണ്ടോ? നേരത്തെ ഹൂപ്പ് സ്കേർട്ട് ഇട്ടിരുന്നപ്പം ഇതുപോലെ കിടന്നിരുന്നു. ഇപ്പം ഒട്ടി വലിഞ്ഞ പോലെയായി. ഹൂപ്പ് സ്കേർട്ട് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം വാങ്ങിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത് എങ്ങനെ മടക്കി വയ്ക്കും, ഇങ്ങനെ ബലൂൺ പോലെ നിൽക്കുന്നത് കാണുമ്പോൾ. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ കയ്യിൽ വഴങ്ങുന്ന ഒരു കമ്പിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതിങ്ങോട്ടേക്ക് വലിക്കുക, എന്നിട്ട്
മടക്കി വാർഡ്രോബിൽ വെക്കാം. എന്ത് ഈസിയാ അല്ലേ? അപ്പം ചെറിയ ബഡ്ജറ്റ് നമുക്ക് ഹെവി ആയിട്ട് തോന്നിക്കുന്ന ഗൗണായിട്ടും യൂസ് ചെയ്യാം, സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാം. അടിയിൽ ഇട്ടിരിക്കുന്നത് ഹൂപ്പ് സ്കേർട്ട് ആണെന്നുള്ളത് ആർക്കും അറിയാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.